بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ ഈ രീതിയിലുള്ള ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം, നബിമാരോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉന്നത ദറജയിൽ എത്താൻ നമ്മുടെ ഈ ജീവിതത്തിൽ, ചുരുങ്ങിയ കാലത്തിലുള്ള ഭൂമിയിലുള്ള ഈ ജീവിതത്തിൽ നാം എന്തൊക്കെ ഖൈറുകൾ ചെയ്യണോ അതിനൊക്കെ അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അറഫ ദിവസത്തെ സംബന്ധിച്ച് ഒരല്പകാര്യം ഉണർത്താനും പരസ്പരം ഓർമ്മിപ്പിക്കാനുമാണ്. കാരണം ദുനിയാവിൽ, ഭൂമിയിലുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ 10 ദിവസങ്ങളാണ്, പകലുകൾ. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ. നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾ വലിയ പുണ്യമുള്ളതായി കണ്ടു. അതിന് നമ്മൾ തയ്യാറെടുത്തു, അതിനെ വരവേൽക്കാൻ തയ്യാറെടുത്തു, അതിലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറായി. പ്രിയമുള്ളവരെ, അതേപോലെ നമ്മൾ തയ്യാറാകാനും മാനസികമായും ശാരീരികമായും ഒരുങ്ങാനും തയ്യാറാകാനും മാത്രം പോരിശയുള്ള 10 പകലുകളാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ ഒരു രീതിയിൽ അതിന്റെ ശ്രേഷ്ഠത കാണുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കിയതിനെ പുണ്യമായി കാണാനും, അല്ലാഹു സുബ്ഹാനഹു വ തആല പോരിശ പറഞ്ഞതിനെ ആ പോരിശ കാണാനും കഴിയുക എന്നുള്ളത് അത് ഈമാനുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 10 ദിവസം, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ ഫദ്ലുള്ള ശ്രേഷ്ഠകരമായ ദിവസങ്ങളായി പരിചയപ്പെടുത്തിയതാണ്. ആ 10 ദിവസങ്ങൾ അതേപോലെ കാണുക, അതൊരു ഈമാനിന്റെ അടയാളമാണ്. മുഅ്മിന് മാത്രമേ അത് സാധിക്കുകയുമുള്ളൂ. ആ 10 ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 10 പെരുന്നാൾ. ദുൽഹിജ്ജ 9 പ്രിയമുള്ളവരെ അറഫ ദിവസം. അറഫ ദിവസം എന്നുള്ളത് അറഫ മൈതാനിയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ദിവസം. ദുൽഹിജ്ജ 9 ളുഹുർ നമസ്കാരത്തോടു കൂടി ഹാജിമാർ അറഫയിലെത്തും. അവിടെ ഒരുമിച്ച് കൂടി ദിക്റിലും ദുആയിലുമായി കഴിച്ചുകൂട്ടി ദുൽഹിജ്ജ 10 സുബ്ഹി വരെ ഹാജിമാർ അവിടെ തന്നെ ആയിരിക്കും, അറഫയിലായിരിക്കും. അറഫയില് ഒരു വലിയ മൈതാനാണ്. ഇടക്കിടക്ക് പാറകളുണ്ട്, ചെറിയ മരങ്ങളുണ്ട്. ആ മൈതാനിയിൽ അവിടെ അങ്ങിങ്ങായിട്ടിരിക്കും. അള്ളാഹുവിൻ്റെ അവിടെയുള്ള ദിക്റിലും ദുആയിലുമായിട്ട് ഹാജിമാർ കഴിച്ചുകൂടുന്ന സമയം. പകലുകൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദിവസം. ഒരു ഹദീസ് അറഫയുടെ 5 പ്രത്യേകതകളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറഫ ദിവസത്തിന്റെ 5 പ്രത്യേകതകൾ. ഒന്ന്, അറഫ ദിവസത്തിന്, അറഫ എന്നുള്ളത് ആ സമയത്തിനും പ്രത്യേകതയുണ്ട്, അറഫാത്ത് എന്ന സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. സഹോദരന്മാർ, ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അറഫ എന്ന് മാത്രം പറഞ്ഞാൽ അത് ആ സമയത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അറഫ എന്നുള്ളത് ദുൽഹിജ്ജ 9 എന്ന ദിവസത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അറഫാത്ത് എന്നുള്ളത് ആ നിൽക്കുന്ന സ്ഥലം, അതാണ് അറഫാത്ത് എന്ന് ഉപയോഗിക്കുക. അപ്പൊ ഹദീസിലും ഖുർആനിലൊക്കെ അറഫാത്ത് എന്ന പദം വന്നിട്ടുണ്ട്. അറഫാത്ത് അതെന്താണ്? ആ നിൽക്കുന്ന, ഹാജിമാർ നിൽക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അറഫ എന്നുള്ളത് ആ ദിവസത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അറഫ എന്നുള്ള ദുൽഹിജ്ജ 9 അന്ന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന അറഫാത്ത് എന്ന സ്ഥലം, ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വരാൻ ചില കാരണങ്ങളുണ്ട്.
പണ്ഡിതന്മാർ പ്രധാനമായും 3 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയുടെ 2 ഭാഗങ്ങളിലാണ് അവർ വന്ന് പതിച്ചത്. പിന്നീട് അലന്ന് തിരിഞ്ഞ് അറഫ എന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ആദം ഹവ്വ ദമ്പതിമാര് പരസ്പരം കണ്ടുമുട്ടിയത്. അങ്ങനെയാണ് അറഫ എന്ന് പേരിട്ട്, പരസ്പരം അറിഞ്ഞു, മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ അറഫ എന്ന് പേര് വന്നത്. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ പുതുക്കി പണിതു. കാബ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ കാബ പണിതിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് കാബ പുതുക്കി പണിതു. എന്നിട്ട് വഅദ്ദിം ഫിന്നാസ് ബിൽ ഹജ്ജി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ആ ഹജ്ജിന് വിളംബരം ചെയ്ത് ആ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഓരോന്നോരോന്ന്. അപ്പൊ എന്നിട്ട് അതിനിടയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും, അത്താരിഫ്, ഇതറിയോ, ഇത് മനസ്സിലായോ, ഇത് മനസ്സിലായോ എന്ന് ജിബ്രീൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറഫ്തു, എനിക്ക് മനസ്സിലായി എന്ന് പറയും. അങ്ങനെയാണ് അറഫ എന്ന് ആ സ്ഥലത്തിന് പേര് വന്നത് എന്നൊരു രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ഹാജിമാര് അറഫയിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവരുടെ തെറ്റുകൾ അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ദുആ ചെയ്യും. ഈ ഇഅ്തിറാഫ് എന്നാ പറയാ, ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറയുന്നതിന് ഇഅ്തിറാഫ് എന്നാണ് അറബിയിൽ പറയാ. ഏറ്റു പറയുക, അംഗീകരിക്കുക അള്ളാഹിന്റെ മുമ്പിൽ. അപ്പൊ ഹാജിമാര് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകള്, തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യുന്ന സന്ദർഭമാണ് ദുൽഹിജ്ജ 9 അറഫ ദിവസം. അങ്ങനെ ആ ഇഅ്തിറാഫ് എന്ന പദത്തിൽ നിന്നാണ് അറഫ എന്ന പേര് വന്നത്. അങ്ങനെ 3 അഭിപ്രായങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഹദീസിലും ഖുർആനിലൊക്കെ വന്ന പദമാണ് അറഫ എന്നുള്ളത്. അറഫയുടെ ഒന്നാമത്തെ പ്രത്യേകത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസ്, ഭൂമി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അറഫ ദിവസമാണ്. ഒരു ഹദീസ്, മാ മിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫ ദിവസത്തെക്കാൾ ശ്രേഷ്ഠകരമായ ഫളിലുള്ള ഒരു ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ വേറൊരു ദിവസമില്ല. അറഫയേക്കാൾ, അറഫ ദിവസത്തെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ വേറൊരു ദിവസം ഇല്ല. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? യൻസിലുല്ലാഹു തബാറക വ തആല ഇലാ സമാഇദ് ദുനിയ, ഈ ഭൂമിയോടടുത്ത ആകാശത്തേക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ഫയുബാഹി ബിഹിമുൽ ബിഅഹ്ലിൽ അർളി അഹ്ലസ് സമാ, മാലോകരോട്, ആകാശത്ത് വസിക്കുന്ന മലക്കുകളോട് ഭൂമിയിൽ വസിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെ സംബന്ധിച്ച് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു അഹങ്കരിക്കും. അള്ളാഹു അവരെ സംബന്ധിച്ച് പുകഴ്ത്തി പറയും. മറ്റൊരു വിധത്തിൽ കാണാം, അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവരെ പുകഴ്ത്തി പറയും. എന്താ പറയാ അള്ളാഹു? ഉൻദുറു ഇലാ ഇബാദി, മലക്കുകളെ നിങ്ങൾ നോക്ക്. ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളിലേക്ക് നോക്ക്. ഖദ് അതൗനി, ദാ അവർ വന്നിരിക്കുന്നു, അവർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലെ? എന്താ അർത്ഥം? അള്ളാഹുവെ, നിന്റെ വിളിക്കുതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. അതാ അള്ളാഹു മലക്കളോട് പറയാണ്, അതൗനി, ഇതാ എൻ്റെ അടിമകൾ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്, എൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്. ശുഉസൻ ഗുബ്റ, മേല താടി മുടിയൊക്കെ പാറി പറന്ന് മേലാ സകലം പൊടികൾ പുരണ്ട്. അറഫയുള്ള മൈതാനുണ്ട്, അങ്ങനെയാണ്, വേറെ സൗകര്യങ്ങളൊന്നുമില്ല.
മുടിയൊക്കെ പാറിപ്പറന്ന് ശരീരമാസകലം പൊടിപടലങ്ങൾ പറ്റി എൻ്റെ അടിമകൾ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കണം. ദാഹീന, എല്ലാം ത്യജിച്ചുകൊണ്ട്, പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട്, നാടും വീടും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ എൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് എൻ്റെ അടിമകൾ വന്നിരിക്കാൻ. ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളെ നോക്ക്, എൻ്റെ അനുസരണയുള്ള എൻ്റെ പ്രിയപ്പെട്ട അടിമകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരെ കാണിച്ചിട്ട് മലക്കുകൾക്ക് മുമ്പിൽ പൊങ്ങച്ചെന്നടിക്കും. യുബാഹി, ഫഹ്ർ നടിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം ഈ മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ള അറിയിപ്പ് ഉണ്ടാകുമ്പോഴാണ് മലക്കൾ അള്ളാഹുവിനോട് ചോദിച്ചത്, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അള്ളാഹുവേ, ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നീ എന്തിനാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നതെന്ന് മലക്കൾ ചോദിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ട് അള്ളാഹു പറഞ്ഞതാ, എൻ്റെ അടിമകൾ വന്നിട്ടുണ്ട് എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട്. എന്നിട്ട് പറയും അള്ളാഹു സുബ്ഹാനഹു വ തആല, മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുക്കും, ഞാൻ മാപ്പാക്കി കൊടുക്കും. അത്രയും പുണ്യമുള്ള ദിവസമാണ് അറഫ ദിവസം. അതാണ് ഒന്നാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒരു യഹൂദി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഖുർആനിൽ ഇറങ്ങിയ ഒരായത്ത്, ആ ആയത്ത് നമുക്കാണ് ഇറങ്ങിയതെങ്കിൽ, യഹൂദികൾക്കാണ് ആ ആയത്ത് അവതരിച്ചതെങ്കിൽ, ആ ദിവസം നമ്മൾ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു. ഒരു പെരുന്നാൾ, ഒരു ആഘോഷത്തിന്റെ ദിവസമാക്കി നമ്മൾ ആ ദിവസത്തെ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, ആ ആയത്ത് എവിടെയാണ് ഇറങ്ങിയത്, എപ്പോഴാണ് ഇറങ്ങിയത്, അത് ആ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു എന്നും നമുക്കറിയാം. ആ ആയത്ത് ഇറങ്ങിയത് അറഫ ദിവസത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ആ ആയത്ത് ഇറങ്ങിയത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഏതാണ് ആയത്ത്? അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചതായി പറയുന്ന ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീൻ പൂർത്തീകരിച്ചു തന്നു. കാരണം അതിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റൊരു ഹജ്ജാണ് ചെയ്തത്, ആദ്യത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു ഹജ്ജ്. അപ്പൊ ആ ഹജ്ജും കൂടി റസൂൽ ചെയ്ത് സഹാബാക്കൾക്ക് പഠിപ്പിച്ചെടുക്കലോടുകൂടി ഇസ്ലാമിലെ 5 കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളെ നമ്മൾ പഠിപ്പിച്ച 5 കാര്യങ്ങളുണ്ടല്ലോ, ആ 5 കാര്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പൂർണ്ണ രൂപത്തിൽ എത്തിച്ചു. ഒന്ന് ഷഹാദത്ത്, 2 നിസ്കാരം, 3 നോമ്പ്, 4 സകാത്ത്, 5 ഹജ്ജ്. ഈ 5 കാര്യങ്ങളും പൂർത്തീകരിച്ചു. അതാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ദാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കും. എന്താണ് നിഅമത്ത്? മഗ്ഫിറത്താണ്. മഗ്ഫിറത്തില്ലാതെ നിഅമത്ത് പൂർത്തിയാവില്ലല്ലോ. അള്ളാഹു മാപ്പാക്കുന്ന ദിവസം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ആയത്ത്, ലിയഗ്ഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക. നിന്റെ മുൻപിൻ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാപ്പാക്കി തന്നാൽ, മഗ്ഫിറത്ത് കിട്ടിയാലാണ് എന്താ ഉണ്ടാവുക? ലിയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിന്റെ നിഅമത്ത് നിനക്ക് പൂർത്തീകരിച്ച് നൽകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അറഫ ദിവസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് എന്താണ്? മഗ്ഫിറത്താണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനമാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അന്ന് ദീൻ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ്, ആ ആയത്ത് അല്ലാഹു പ്രഖ്യാപിച്ച ദിവസമാണ്. മൂന്നാമത്തത്, അറഫ ദിവസത്തിലുള്ള സുന്നത്ത് നോമ്പ് നമ്മുടെ കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടും. സിയാമു യൗമി അറഫ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യൗമ അറഫ ദിവസത്തിലുള്ള നോമ്പ്, ദുൽഹിജ്ജ 9-നാണ് അറഫ ദിവസം ആ നോമ്പ് എടുക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, സഹീഹായ ഹദീസാണ്.
ഒരു വർഷം മുൻപത്തെ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങളൊക്കെ മാപ്പാക്കപ്പെടും ഒരു അറഫാ ദിവസത്തെ ഒരു നോമ്പിന്. അത് ദുൽഹിജ്ജ 9 ആ നോമ്പ് എടുക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള കുറെ ഇബാദത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മാപ്പാക്കപ്പെടുന്ന പാപങ്ങളൊക്കെ ചെറുപാപങ്ങളാണ്. വൻ പാപങ്ങള് തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വൻ പാപങ്ങൾ തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. ഇങ്ങനെ ഈ സുന്നത്ത് നോമ്പുകളിലൂടെ, 5 വക്ത് നിസ്കാരങ്ങളിലൂടെ, വുദൂഇലൂടെ അതൊക്കെ മാപ്പാക്കപ്പെടുന്ന പാപങ്ങൾ ചെറുപാപങ്ങളാണ്. വൻ പാപങ്ങൾ തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണത്താലും മാപ്പാക്കി തരില്ല. അത് കടം വീട്ടുന്നത് വരെ. അത് 1 രൂപയാണെങ്കിലും ശരി, കടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും അനാവശ്യമായി കടം വാങ്ങരുത്. അത്യാവശ്യമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ കടത്തിലേക്ക് തിരിയാൻ പാടുള്ളൂ. കാരണം 1 രൂപ ബാക്കി വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻഹു. ഒരു മുഅ്മിന്റെ നഫ്സ് അവന്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കും, ആ കടം വീട്ടുന്നത് വരെ. അഥവാ സ്വർഗപ്രവേശനത്തിൽ നിന്നും ആ നഫ്സ് തടയപ്പെടും, കടം വീട്ടുന്നത് വരെ. ഒരു സഹാബി വഫാത്തായി. സഹാബിയെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മയ്യിത്ത് നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചു. റസൂലിനെ അറിയിച്ചു, ദാ മയ്യിത്ത് റെഡിയായിട്ട് നിസ്കരിക്കാൻ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, എന്നിട്ട് ഇമാമായിട്ട് നിന്നു. പിറകിൽ സഹാബാക്കൾ സഫായിട്ട് നിന്നു നിസ്കരിക്കാൻ വേണ്ടി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ മയ്യത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, 2 ദീനാറ് ആ സഹാബിക്ക് കടം ബാക്കിയുണ്ട്, 2 ദീനാറ്. ഇത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ മാറിയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ല, മാറി എന്നുള്ളതിന്റെ റസൂല്. ഇത് കണ്ടപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ആ 2 ദീനാറ് ഞാൻ ഏറ്റെടുത്തു, ഞാനത് ഏറ്റെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്ത് ആ 2 ദീനാറിന്റെ കടം, ആ മയ്യത്ത് അതിന് ഒഴിവായിരിക്കുന്നു, അത് നിന്റെ ബാധ്യതയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അത് അത്രയും ഗൗരവമുണ്ട് കടത്തിന്. അതൊരു രൂപയാണെങ്കിലും ശരി, 10 രൂപയാണെങ്കിലും ശരി, ചെറിയ നമ്മൾ ഈ മനസ്സ് നിസാരമായി കാണുന്ന രൂപയാണെങ്കിലും ശരി, കടമാണെങ്കിൽ പ്രിയമുള്ളവരെ അത് വീട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ അത് ആ കടക്കാരനെ നമുക്ക് മാപ്പാക്കി തരണം. ഒരിക്കലും കടം ബാക്കി വെക്കരുത്. ഒരു സഹാബി വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്, ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായാൽ എൻ്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടുമോ? റസൂൽ, എന്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടും, ഷഹീദിന്റെ എല്ലാ പാപവും മാപ്പാക്കപ്പെടും. സന്തോഷത്തോടെ ആ സഹാബി തിരിച്ചു പോകുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണം. സഹാബി ഒന്നുകൂടി ആവർത്തിച്ച് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടും, ഇല്ല ദൈൻ, കടമൊഴിച്ച്. ഷഹീദിന് പോലും അള്ളാഹു കടം മാപ്പാക്കി കൊടുക്കൂല. കാരണം അത് അടിമകൾ തമ്മിലുള്ള ബന്ധം, ഒരു ഇടപാടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കടം നമ്മൾ വളരെ സൂക്ഷിക്കണം ജീവിതത്തിൽ. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കടം വാങ്ങുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. എങ്ങനെയാണ് അള്ളാഹു നൽകുന്ന റിസ്ക് അതനുസരിച്ച് ഖനാഅത്ത്, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഒരിക്കലും മറ്റുള്ളവർ നോക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹു എന്താണോ നൽകിയത് റിസ്ക്കായിട്ട്, അതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ മുകളിലേക്കുള്ളവരെ നോക്കരുത്. നിങ്ങളെക്കാൾ നിഅമത്ത് കിട്ടിയ റിസ്ക് നൽകപ്പെട്ട ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്ക്. നിങ്ങളെക്കാൾ റിസ്ക് കുറവ് കിട്ടിയ, നിഅമത്തുകൾ കുറവ് ലഭിച്ച ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്ക്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ, അത് മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ത്? നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണോ കിട്ടിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുക. കടത്തിലേക്ക് തിരിയത്, കടം വലിയ അപകടമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു. ഒരാള് കടം വാങ്ങുന്ന സമയം അത് തിരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, മനസ്സിൽ നീയത്തുണ്ട്, തിരിച്ചെന്തായാലും കൊടുക്കും, എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ്, തിരിച്ചു കൊടുക്കുമെന്ന നീയത്തോടു കൂടിയാണ് ഒരാള് ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കും ആ കടം തിരിച്ചു കൂട്ടാൻ വേണ്ടി. ഇനി വമൻ അഖദ അംവാലൻ നാസി യുരീദു ഇത്ലാഫഹ. ഒരാള് കടം വാങ്ങുന്ന സമയത്ത് തന്നെ ഓന്റെ ഉദ്ദേശം എന്താണ്? തിരിച്ചു കൊടുക്കൂല. വാങ്ങുന്ന സമയത്ത് വാങ്ങും, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല, വഴിയിൽ നിന്ന് കണ്ട മാറി നടക്കും, വീട്ടിലേക്ക് വന്നാൽ ഇല്ല എന്ന് പറയും. അതാണ് ഉദ്ദേശമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടം തിരിച്ചു വിട്ടാൽ ഓനെ സഹായിക്കൂല. അത് കടം വാങ്ങുന്ന സമയത്ത് കൊടുക്കാൻ കഴിവുള്ള കടം മാത്രം വാങ്ങുക, അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുമെന്നുള്ള നല്ല നീയത്ത് ഉണ്ടാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അതുപോലെ തന്നെ ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, കടം വാങ്ങിയിട്ട് തിരിച്ചടക്കാൻ പ്രയാസമുള്ള ആൾക്കാർ, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അവധി നീട്ടിക്കൊടുക്കുക, എളുപ്പമാക്കി കൊടുക്കുക, അവധി നീട്ടിക്കൊടുക്കുക. കടം തിരിച്ചു തരാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ കടം മാപ്പാക്കി കൊടുക്കുക, വിട്ടുകൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ആഖിറത്തിൽ ഇവന്റെ പാപങ്ങൾ അള്ളാഹു വിട്ടുകൊടുക്കും, ഇവൻക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കും, ഇവന്റെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അപ്പം അറഫാ ദിവസത്തിലുള്ള നോമ്പ്, ദുൽഹിജ്ജ 9 അന്നുള്ള നോമ്പ് 2 വർഷത്തെ, 1 വർഷം മുമ്പും 1 വർഷം ശേഷവും ചെറുപാപങ്ങൾ മാപ്പാക്കപ്പെടാൻ കാരണമാകുന്ന നോമ്പാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. 4-മത്തൊരു പ്രത്യേകത, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കുന്ന ദിവസമാണ്. നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിമകൾ അല്ലാഹു മോചിപ്പിക്കുന്ന ദിവസവും അറഫ ദിവസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്ന വേറൊരു ദിവസം ഇല്ല. അറഫ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കൽ. വ ഇന്നഹു ലയദ്നു. അല്ലാഹു അടുക്കും, അടിമകളുമായിട്ടും അടുക്കും. സുമ്മ യുബാഹി ബിഹിമുൽ മലായികത ഫയഖൂൽ മാ അറാദ ഹഉല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുമായിട്ട് അടുക്കും, എന്നിട്ട് മലക്കുകളോട് ചോദിക്കും, എൻ്റെ അടിമകൾ എന്താണ് എന്നിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലാഹു കാക്കട്ടെ. പാപങ്ങളൊക്കെ മാപ്പാക്കപ്പെടുന്ന അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നരകമോചനം അല്ലാഹുവിന്റെ അടിമകൾക്ക് നൽകുന്ന വലിയൊരു നിഅമത്താണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. ഇത് രണ്ടും നേടിയെടുക്കാൻ പറ്റിയൊരു ദിവസമാണ് അറഫ ദിവസം. ആ ദിവസം ആ രീതിയിലായിരിക്കണം നമ്മുടെ ദുആ വേണ്ടത്. ദുആ എന്നുള്ളത് പ്രിയമുള്ളവരെ, ദുആ ചെയ്യാനൊരു തൗഫീഖ് വേണം. അതെല്ലാവർക്കും കിട്ടൂല. ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമാണ്. അള്ളാഹു അവർ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് കൊടുക്കുമെന്നുള്ളതാണ്. ദുആ ചെയ്യാൻ തൗഫീഖ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, പെട്ടെന്ന് തിരുത്തുക, തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹുവിനോട് ചോദിക്കാനുള്ള തൗഫീഖ് അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് മാത്രമേ ദുആ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുകയുള്ളൂ. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. പ്രവാചകരെ, അങ്ങ് അവരോട് പറ, അവരുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുമായിരുന്നില്ല. ദുആ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിനോട് എത്ര കണ്ട് നമ്മൾ അധികരിച്ച് ചോദിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന് ഇഷ്ടം കൂടുതലാണ്. ഒരിക്കലും കുറയാൻ പാടില്ല. ദുആ ചോദിച്ചുകൊണ്ടേയിരിക്കണം, ഒരിക്കലും കുറക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ ദുആഇനെ സമീപിക്കുന്നത് 3 രീതിയിലാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കണം. 3 രീതിയിലാണ് ഒരു അടിമയുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത്. ഒന്ന്, റസൂൽ പറയാണ്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ.
ഒരു മുസ്ലിമായ അടിമ ദുആ ചെയ്യും, ആ ദുആയിൽ ഹറാമായ ഒരു കാര്യം ചോദിക്കുന്നില്ല, അതേപോലെ തന്നെ അതിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരു കാര്യവും ചോദിക്കുന്നില്ല, നല്ലത് മാത്രം ചോദിക്കുന്ന ഒരു ദുആ, ആ ദുആക്ക് മൂന്നാലൊരു കാര്യം നൽകാതെ അള്ളാഹു ആ ദുആനെ വിട്ടുകളയില്ല. അള്ളാഹു ഒരിക്കലും കേൾക്കാതിരിക്കുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു തേട്ടം പോലും അള്ളാഹു അറിയുന്നുണ്ട്. അപ്പൊ മൂന്നാലൊരു രീതിയിൽ നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. എല്ലാവരും, ഞാനും നിങ്ങളെല്ലാവരും അള്ളാഹുനോട് എന്ത് ചോദിക്കുന്നോ മൂന്നാലൊരു രീതിയിൽ ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. ഒന്നെങ്കിൽ ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, നമ്മൾ ചോദിച്ച കാര്യം അള്ളാഹു പെട്ടെന്ന് നൽകും. നമ്മൾ എന്താണോ ചോദിച്ചത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അങ്ങ് നൽകും. രണ്ടാമത്തത് വഇമ്മ അൻ യദ്ഖിറഹു ലഹു ഫിൽ ആഖിറഹ, ആ നമ്മൾ ചോദിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. ആഖിറത്തിലേക്ക് മാറ്റിവെക്കുന്ന പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിന്റെ തുല്യമായിട്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. അതുപോലെ തന്നെ ആഖിറത്ത് നമുക്ക് ദറജകൾ ഉയർത്തി തരും നമ്മുടെ ദുആഇന്റെ തോതനുസരിച്ച്. മൂന്നാമത്തത് വഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹു, നമ്മൾ ദുആ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വരാനിരിക്കുന്ന വലിയ മുസീബത്തുകൾ, വരാനിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തരും. ഈ മൂന്നാലൊരു രീതിയിൽ എല്ലാ അടിമകളുടെയും ദുആക്ക് അള്ളാഹു പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. എത്രയോ ദുആ ചെയ്ത് കിട്ടുന്നില്ല, എന്റെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല വിചാരിക്കരുത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എന്റെ ദുആക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, എന്റെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്റെ ജീവിതത്തിൽ അതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. എന്റെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ട്, ഓരോ അടിമയുടെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ മൂന്നാലൊരു രീതിയിൽ അള്ളാഹു അതിന് പ്രതികരിക്കുന്നുണ്ട്. അള്ളാഹിനെ വെച്ച് നല്ലത് വിചാരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം. ഒരിക്കലും അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആയി, എൻ്റെ ജീവിതത്തിൽ കുറെ അബദ്ധങ്ങളും കുറെ തെറ്റുകളൊക്കെ സംഭവിച്ചു, അള്ളാഹിന് ഓർമ്മയില്ല, ശരിക്കും നിസ്കാരം ഇല്ലിട്ട് ഇങ്ങനെ ജീവിക്കണം, അപ്പോൾ അള്ളാഹ്ക്കൊക്കെ എന്നോട് വെറുപ്പാണ്, അള്ളാഹിനൊക്കെ എന്നോട് വെറുപ്പാണ് എന്നുള്ള ചിന്ത നമ്മളുടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടാക്കിയെടുക്കാതെ നിങ്ങൾ മരണപ്പെടരുത്. മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടാകണം, നല്ല വിചാരിക്കണം. ഇതുപോലെയാണ് ഇൻ ദന്നബി ഖൈറൻ ഫലഹു വ ഇൻ ദന്നബി ശർറൻ ഫലഹു. അല്ലാഹു ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു പറയാണ്, എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിരിക്കും ഞാൻ പ്രതികരിക്കുക. എന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചാൽ ആ അടിമയോടുള്ള എൻ്റെ സമീപനം ഖൈറായിരിക്കും. അപ്പോൾ എപ്പോഴും അള്ളാഹിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണം. അള്ളാഹുവിന് എന്നെ ഇഷ്ടമാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അടിമയാണ് ഞാൻ, അള്ളാഹു എനിക്ക് മാപ്പാക്കി തരും, അള്ളാഹു എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. കാരണം എന്നെ മറ്റാരും അറിയാത്ത രീതിയിൽ എന്നെ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്നതിനേക്കാൾ, എൻ്റെ മാതാപിതാക്കൾ അറിയുന്നതിനേക്കാൾ, എൻ്റെ ഭാര്യ അറിയുന്നതിനേക്കാൾ, എൻ്റെ സഹോദരന്മാർ അറിയുന്നതിനേക്കാൾ, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അറിയുന്നതിനേക്കാൾ എൻ്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും ഇത്രയും കുറ്റക്കടൊക്കെ ചെയ്തിട്ട് ഇത്രയും സൗകര്യത്തിൽ നിഅമത്തിൽ അന്തസ്സായ അഭിമാനത്തോടെ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു എന്നോട് കാണിക്കുന്ന ഇഷ്ടമാണ്, കരുണയാണ്. അത് പ്രിയമുള്ളവരെ, അള്ളാഹിനെ സംബന്ധിച്ച് ഒരിക്കലും മോശമായി വിചാരിക്കരുത്, ഏറ്റവും ഹൈറായിട്ട് വിചാരിക്കുക. എൻ്റെ റബ്ബിന് എന്നോട് വലിയ ഇഷ്ടമാണ്, എനിക്കെല്ലാം മാപ്പാക്കി തരും, എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ആ വേണ്ട സമയത്ത് അള്ളാഹു എനിക്ക് ചെയ്തു തരുന്നുണ്ട്, എനിക്ക് എന്താണോ ഹൈറ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നല്ലത് അള്ളാഹിനെ സംബന്ധിച്ച് വിചാരിക്കുക, ആ രീതിയിലായിരിക്കും അള്ളാഹുവിന്റെ പ്രതികരണം, നമ്മുടെ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ തീരുമാനം ആ രീതിയിലായിരിക്കും. ഇൻ ദന്ന ബി ഖൈറൻ ഫലഹു, അള്ളാഹിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചാൽ ആ രീതിയിൽ ഞാൻ അത് എടുക്കും. വഇൻ ദന്ന ബി ശർറൻ ഫലഹു, എന്നെ സംബന്ധിച്ച് മോശമായിട്ടാണ് വിചാരിക്കുന്നതെങ്കിലോ അള്ളാഹു എന്നോട് ദേഷ്യമാണ്, എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല, ഞാൻ പാപിയാണ്, ഞാൻ തെമ്മാടിയായിട്ട് ജീവിക്കുന്നവനാണ്, അള്ളാഹ്ക്ക് എന്നെ വേണ്ട, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ വെറുക്കുന്നു, എന്നോട് ദേഷ്യാണ്, ആ രീതിയിലാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ ഫലഹു, ആ രീതിയിലായിരിക്കും അള്ളാഹിന്റെ തീരുമാനത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹിനെ സംബന്ധിച്ച് അങ്ങനെ വിചാരിക്കരുത് പ്രിയമുള്ളവരെ. അള്ളാഹു അങ്ങേയറ്റം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, അള്ളാഹു റഹീമാണ്, റഊഫാണ്, തൗവാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഒരിക്കലും
അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ നിരാശരാകരുത് അല്ലേ? അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ ഒരിക്കലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും നിരാശരാകരുത്. അപ്പം നമ്മൾ എന്ത് ദുആ ചെയ്താലും ഈ മൂന്നാലൊരു രീതിയിൽ നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. നമ്മളത് അറിയാൻ വൈകുന്നത് കൊണ്ടാണ്, നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, എൻ്റെ ദുആ അള്ളാഹു കേട്ടിട്ടില്ല, എൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചില്ല, ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ദുആക്ക് ഈ മൂന്നാല് രീതിയിൽ അള്ളാഹു അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഈ ഹദീസ് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ ഇദൻ നുക്സിർ, അങ്ങനെയാണ് നമ്മൾ ദുആ അധികരിപ്പിക്കാലോ, എത്രയും ദുആ ചെയ്യാലോ, ദുആ ചെയ്താൽ ഈ മൂന്നാലും നമുക്ക് കിട്ടും, എന്തായാലും കിട്ടും, ഒരിക്കലും നഷ്ടപ്പെടൂല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്തർ, നിങ്ങൾ എത്ര കണ്ട് അധികരിപ്പിക്കുന്നോ അത്ര കണ്ട് അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ചൊരു വാരിക്കോരി നൽകും. അതുകൊണ്ട് ദുആ ചെയ്യുക, നല്ലോണം ദുആ ചെയ്യുക. ഒരിക്കലും ദുആ ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത് തൗഫീഖ് ഇല്ലായ്മയാണ്, അള്ളാഹു പരിഗണിക്കൂല. ദുആ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പം ഉത്തരം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിൽ നിങ്ങൾ ദുആ ചെയ്യുക. കാരണം ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, നിങ്ങൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദുആ സ്വീകരിക്കൂല എന്നുള്ള രീതിയിലല്ല ദുആ ചെയ്യേണ്ടത്. എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ ദുആ ചെയ്യുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധയോട് കൂടിയുള്ള ദുആ അള്ളാഹു സ്വീകരിക്കൂല. യഖീനോടുകൂടി അള്ളാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന രീതിയിൽ ദുആ ചെയ്യുക. അറഫ ദിവസത്തിൽ 5ാമത്തെ പ്രത്യേകത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിൽ ചെയ്യുന്ന ദുആ ആണ് ഏറ്റവും അഫ്ളലായ ദുആ. എന്നിട്ട് റസൂൽ ദുആവും പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, നാനും എൻ്റെ മുമ്പ് വന്ന നബിമാരും പറഞ്ഞ ഏറ്റവും അഫ്ളലായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ്? അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകാല പ്രവാചകന്മാരൊക്കെയും 1,00,000-ൽ പരം പ്രവാചകന്മാരുണ്ട്, എല്ലാ ആൾക്കാരും പറഞ്ഞ ഏറ്റവും അഫ്ളലായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദുആ. അപ്പൊ അറഫ ദിവസത്തിൽ പ്രത്യേകിച്ച് ഈ ദുആ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങൾ തക്ബീറും തഹ്ലീലൊക്കെ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പൊ 5 പ്രത്യേകതകളാണ് അറഫയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം. 2, നമ്മുടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ്. 3, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ്. 4, അറഫ ദിവസത്തിന്റെ 2 നോമ്പ്, അതിന്റെ ശ്രേഷ്ഠത. 5, അറഫ ദിവസത്തിലുള്ള ദുആ ആണ് ഏറ്റവും അഫ്ളലായ ദുആ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ദീൻ ഉൾക്കൊള്ളുക, ദുആ എപ്പോഴും മുറുകെ പിടിക്കുക. നമ്മുടെ ആയുധം ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ ആയുധമാണ് ദുആ. നമുക്കിതൊരു മുതൽക്കൂട്ടാണ്, നമുക്കൊരു ധൈര്യമാണ് ദുആ. എന്ത് കാര്യങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും ചോദിക്കുന്നത് അധികരിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണത്, ചോദിക്കൽ കുറയുമ്പോഴാണ് അള്ളാഹ്ക്ക് അടിമയോട് ദേഷ്യം വരിക. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ നിയത്തിൽ എൻ്റെ ദുആക്ക് ഈ 3-4 രീതിയിൽ അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധത്തോടു കൂടി എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും ഉടമസ്ഥനെ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.